ഹായ്, ഗുഡ് മോർണിംഗ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. 21 ശ്ലോകങ്ങളാണ് വായിച്ചത്. 1-ാമത്തെ അധ്യായം. ഇനി 22-ാമത്തെ ശ്ലോകം. യാവദേതാൻ നിരീക്ഷ്യേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈമയാ സഹയോദ്ധവ്യ അസ്മിൻ രണസമുദ്യമേ. ഈ അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധക്കളത്തിൽ യോദ്ധവ്യം, ഞാൻ ആരെയൊക്കെയാണോ അല്ലെങ്കിൽ ആരോടൊക്കെയാണോ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ യോദ്ധുകാമാനാണ്. യുദ്ധം ആഗ്രഹിച്ച് അവിടെ എത്തിയവരാണ്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുദ്ധം ആഗ്രഹിച്ച്, അതായത് സന്ധി സംഭാഷണങ്ങളൊന്നും നടക്കാതെ ഞങ്ങൾ എന്തായാലും യുദ്ധത്തിന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞാണ് കൗരവർ യുദ്ധത്തിന് ഇറങ്ങുന്നത്. കൗരവർ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാർക്ക് നിവൃത്തിയില്ലാണ്ടായി. കാരണം അവരെന്തായാലും യുദ്ധം ചെയ്യും, അപ്പം നമ്മളും യുദ്ധത്തിന് ഏർപ്പെടണമല്ലോ. എന്നാലേ ഒരാൾ ഒരു സെറ്റ് ജയിക്കുള്ളൂ, ഒരു സെറ്റ് തോൽക്കുള്ളൂ. അങ്ങനെ രണ്ട് കൂട്ടരും തയ്യാറായിട്ട്, വളരെ റെഡിയായിട്ട് വന്ന് നിൽക്കുന്ന ആ അവസ്ഥ. അപ്പോൾ അതിൽ എനിക്ക് ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സത്യത്തിൽ അറിയാം അർജുനന്, കാരണം ഇത്രയും കാലം അവരൊരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും ധൃതരാഷ്ട്രയും എല്ലാം അറിയാം, ഇവരെല്ലാം ഉണ്ട്. പക്ഷെ അവരല്ലാതെയും ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണണമെന്ന്, ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബന്ധുക്കളല്ലാത്തവരും എല്ലാം ഉണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണനോട് പറയാണ്, രഥം അവിടെ നിർത്തിത്തരുമെന്ന്. അടുത്ത ശ്ലോകം 23-ാമത്തെ ശ്ലോകമാണ്. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധിർ യുദ്ധേ പ്രിയചികീർഷവ. മലയാളം. കൗരവർക്കു ഹിതത്തിനായി പോർക്കളത്തിലിറങ്ങുവാൻ ആരാണണഞ്ഞിതെന്നായി നേരിലൊന്നും ധരിച്ചിടാം. നേരിട്ട് കണ്ടിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യുദ്ധത്തിൽ ആ ധൃതരാഷ്ട്രർ, ധൃതരാഷ്ട്രസ്യെന്നാണ്, ദുർബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പ്രിയം ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ പക്ഷത്തിൽ, അതായത് അവർക്കറിയാം, യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും അറിയാം എങ്ങനെയാണ് ദുര്യോധനൻ എന്നുള്ളത്, അല്ല ധൃതരാഷ്ട്രം എന്നുള്ളതും ദുര്യോധനൻ എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും അവർക്ക് പ്രിയം ചെയ്യുക, അതായത് നല്ല കാര്യമല്ലെങ്കിലും അവർക്ക് പ്രിയം ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പ്രിയമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ചിലപ്പോൾ നമുക്ക് കളവ് വരെ പറയേണ്ടി വരും. വെറുതെ പുകഴ്ത്തുക, പ്രൈസ് ചെയ്യുക. അതേ സമയത്ത് ഹിതമായിട്ടുള്ളത് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതായത് ഇങ്ങനെയല്ല പോകേണ്ടത് വഴി, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കേണ്ടിയും കൂടെ വരും. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഉപദേശം തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ അതെന്തിനാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉപദേശിക്കുന്നത്? അവർ നല്ല വഴിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ഹിതമായിട്ടുള്ളതും നമുക്ക് പറയാം, സമയം പ്രിയമായിട്ടുള്ളതും പറയാം. പ്രിയമായിട്ടുള്ളത് പറയുമ്പോൾ അത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ആവണമെന്നില്ല, വെറുതെ പ്രീതിപ്പെടുത്താനാണ്, വെറുതെ സന്തോഷിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ദുര്യോധനോ ബുദ്ധിയില്ല, എന്നിട്ടോ അയാളെ നല്ലത് ഉപദേശിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അതിന് പകരം അദ്ദേഹത്തിനെ വെറുതെ പുകഴ്ത്തി, നീ ചെയ്യുന്നത് തന്നെ ശരി, നീ ചെയ്യുന്നതന്നെ ചെയ്തോ എന്ന് വെറുതെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് സഞ്ജയനാണ്. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരൂനിധി. 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് വായിച്ചിരിക്കണേ, എന്നാലേ അർത്ഥം പറയാൻ പറ്റുള്ളൂ.
ഋഷികേശനോട് ഈ വണ്ണം ഗുഡാകേശനുരയ്ക്കവേ ഇരുസേനകൾ തന്മധ്യേ തേരടുപ്പിച്ചു നിർത്തിനാൻ. ഭീഷ്മദ്രോണ പ്രമുഖരാം രാജാക്കൾ നോക്കി നിൽക്കവേ പറഞ്ഞു പാർത്ഥ കണ്ടാലും വീരരായ കുരുക്കളെ. അപ്പം നേരത്തെ ശ്രീകൃഷ്ണനോട് പറഞ്ഞത് സേന ഇരു സേനകളുടെയും നടുക്ക് മധ്യത്തിൽ നമ്മുടെ രഥം നിർത്തണം എന്നാണ്. അങ്ങനെ ഇപ്പം സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അർജുനൻ പറഞ്ഞപ്പോൾ ഋഷികേശൻ, അപ്പോൾ ഋഷികേശനുണ്ട് ഗുഡാകേശനുണ്ട്. അപ്പോൾ ഗുഡാകം എന്ന് പറഞ്ഞാൽ നിദ്രയാണ്. നിദ്രയെ നിയന്ത്രിക്കുന്നവരാണ് അർജുനൻ. ഋഷികേശൻ ഇന്നലത്തെ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഋഷികേശൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ നിദ്രയെ നിയന്ത്രിക്കുന്ന ആളാണ്. നിദ്രയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതിരിക്കാം, ഫുള്ള് ഉണർന്ന് ഉറങ്ങാതിരിക്കാം. അല്ല ഞാനിപ്പോൾ തന്നെ ഉറങ്ങണം 5 മിനിറ്റ് എന്ന് വിചാരിച്ചാൽ ഉറങ്ങാനും പറ്റും. അതായത് നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഉറങ്ങാൻ സാധിക്കും, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാതിരിക്കാനും സാധിക്കും. അതൊരു നല്ല കാര്യമല്ലേ. നമുക്ക് ഉറങ്ങാതിരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉറങ്ങാതിരിക്കാം. അല്ല എനിക്ക് പെട്ടെന്ന് ഉറങ്ങണമെന്ന് എത്ര പേരുണ്ടല്ലേ ഉറക്കം വരാതെ വിഷമിക്കുന്നവർ. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അർജുനൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ശരി കണ്ടോളൂ, എല്ലാവരെയും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് രഥം കൊണ്ടുപോയിട്ട് നിർത്തിയത് പ്രമുഖരായിട്ടുള്ള ഭീഷ്മർ, ദ്രോണർ ഇവരുടെയൊക്കെ മുന്നിലാണ്. എവിടെ വേണമെങ്കിൽ അല്ലേ നീളത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു പുഴ ഒഴുകുന്ന പോലെയാണ്. ഒരു സൈഡിൽ മറ്റവർ, ഈ സൈഡിൽ ഇവർ, നടുക്ക് ഇങ്ങനെ വലിയ റോഡ് പോലെ നീളത്തിൽ കിടക്കുക. അതിൽ എവിടെ വേണമെങ്കിലും രഥം നിർത്താം. പക്ഷേ ചെന്ന് നിർത്തിയത് എവിടെയാണ്? ഈ മഹാന്മാരുടെ മുന്നിലാണ്. എന്താ ഭീഷ്മരും ദ്രോണരും ഒക്കെ. അപ്പോൾ അതാണ് ഭഗവാന്റെ ഒരു തമാശ. ഇത്രയും ഈ മഹാന്മാരുടെ മുന്നിൽ അവിടെ രഥം നിർത്തിയിട്ട് പറയാണ്, അല്ലയോ അർജുന, നിങ്ങൾ നോക്കിക്കോളൂ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, ആരേനെയൊക്കെയാണ് കാണേണ്ട വെച്ചാൽ കണ്ടോളൂ, എല്ലാവരെയും കണ്ടോളൂ, എല്ലാം നോക്കി കണ്ടോളൂ കേട്ടോ, ഇഷ്ടം പോലെ നേരം എടുത്തോളൂ എന്നും പറഞ്ഞ് സമാധാനമായിട്ട് രഥം അവിടെ സ്ഥാപിച്ചു. ഇനി 26, 27, 28 2 വരി അങ്ങനെ വായിച്ചാലേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വരിയായിട്ട് മുറിച്ചു വെച്ചാലും അവിടെയാണ് അർത്ഥം നിൽക്കുന്നത്. അതുകൊണ്ടാണ് 26ാമത്തെ ശ്ലോകം തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനഥമത്പിതാമഹൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീദന്നിതമബ്രവീത്. പാർത്ഥൻ അർജുനൻ 2 സേനയിലും നോക്കുകയാണ്. ചുറ്റുഭാഗത്തും നോക്കിയപ്പം അച്ഛന് തുല്യനായവർ ധാരാളം കാണുന്നുണ്ട്. അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛനില്ല, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവർ ധാരാളമുണ്ട്. മുത്തശ്ശന്മാരുണ്ട്, മുത്തശ്ശൻ്റെ പ്രായമുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, അതായത് മുത്തശ്ശൻ തന്നെ, മുത്തശ്ശനുണ്ട്, ആചാര്യന്മാരുണ്ട്, അമ്മാമന്മാരുണ്ട്, ഭ്രാതാക്കളുണ്ട്, പുത്രർ, പൗത്രർ, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരെയും കാണുകയാണ്. ഇനിയോ കഴിഞ്ഞിട്ടില്ല. സ്നേഹിതർ, ശ്വശുരർ, ബന്ധുജനങ്ങൾ, എല്ലാവരും, എല്ലാ ബന്ധുമിത്രാദികളെയും കാണുകയാണ്. ആകപ്പാടെ പ്രശ്നമായി. എന്താണ്? അയ്യോ ഇവരെയൊക്കെയാണോ ഞാനിപ്പോൾ ഇനി ഇവരോടൊക്കെയാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഇവരെല്ലാവരും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് യുദ്ധം ചെയ്യാൻ. അപ്പോൾ ഭയങ്കര സങ്കടം വന്നു. വളരെ വ്യസനിച്ചുകൊണ്ടാണ് ഇനി ഭഗവാനോട് പറയാൻ പോകുന്നത്. കൃപയാ പരയാവിഷ്ടോ വിഷീദൻ അതമബ്രവീത് എന്നാണ്. പരയാവിഷ്ട എന്ന് പറഞ്ഞാൽ അവസ്ഥിതാൻ സർവാൻ ബന്ധുവൻ, എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. അങ്ങനെ കൃഷ്ണനോട് പറയാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഗങ്ങളാണ് മലയാളം വായിക്കാത്തത്. അപ്പോൾ ഈ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കൊണ്ട് ഇരു സേനകൾ തന്നുള്ളിൽ നിരവൊഴുവത് കാണുകയാൽ വിഷാദത്താൽ അകന്നൊന്തു വിഷമിച്ചിതു ചൊല്ലിനാർ. അപ്പോൾ അർജുനൻ പറയാണ്, അല്ലയോ കൃഷ്ണ, ഇതെല്ലാം എൻ്റെ ബന്ധുക്കളാണല്ലോ,
എൻ്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിന് ഒരുങ്ങി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആകെ ശരീരം മുഴുവനും തളരുന്നതായിട്ട് തോന്നുന്നു. എൻ്റെ മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു. പദ്യം വായിച്ചില്ല എന്ന് തോന്നുന്നു. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണായുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഈ ബന്ധുക്കളെയൊക്കെ കണ്ടിട്ടേ എൻ്റെ അംഗങ്ങൾ മുഴുവനും എല്ലാ അവയവങ്ങളും തളർന്നു പോവാണ്. മുഖം ചുരുങ്ങി പോകുന്നു, വായ വരളുന്നു, ശരീരത്തിൽ മുഴുവനും നമുക്ക് പനിയൊക്കെ വരുമ്പോൾ വിറക്കില്ലേ, അതേപോലെ വിറയ്ക്കുകയാണ്, രോമാഞ്ചം ഉണ്ടാവുന്നു. അങ്ങനൊരു ആകപ്പാടൊരു വല്ലാത്ത അവസ്ഥയിലാണ് കൃഷ്ണ ഞാൻ. എനിക്ക് വയ്യ കേട്ടോ യുദ്ധം ചെയ്യാൻ. കാരണം ഇവരെയൊക്കെ കൊന്നിട്ട് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് എല്ലാവരെയും കണ്ടപ്പോൾ അർജുനനുണ്ടായിട്ടുള്ള മുഖത്തെ അല്ലെങ്കിൽ മനസ്സിലെ വിഷമം കൊണ്ട് മുഖത്ത് വരുന്ന ഭാവം, മനസ്സ് വളരെയധികം വിഷമിച്ചു. ഇതുകൊണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ യുദ്ധം ചെയ്യാൻ. നമ്മൾ ചിലപ്പോൾ കുട്ടികൾ കണക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില കണക്ക് വായിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയും, ഞാൻ മിസ്സേ വേണ്ട കേട്ടോ, ഇത് ഭയങ്കര ടഫാണ്, ഞങ്ങളില്ല കേട്ടോ ഇത് ചെയ്യാൻ, അത് ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ, മിസ്സെന്നെ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഞാൻ പറയും, എടാ ഒന്നുമില്ല, ഞാൻ വേണം ഇപ്പം എന്താ എന്ന് പറഞ്ഞപ്പോഴേക്ക് സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. അതേപോലെ തന്നെയാണ് കൃഷ്ണൻ ചെയ്യാൻ പോകുന്നത്. തളർന്നിരിക്കുകയാണ്, എനിക്ക് തളരുന്നു എന്ന് പറയാണ് അർജുനൻ. കുഴയുന്നു മമാംഗങ്ങൾ വരളുന്നെൻ്റെ വക്ത്രവും കോരിത്തരിച്ചൊരന്മേനി വിറകൊള്ളുന്നിതെപ്പോഴും എന്നാണ്. ഇനി 30ാമത്തെ ശ്ലോകം. ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന. അയ്യോ, എൻ്റെ ധനുസ്, എൻ്റെ വില്ല്, ഗാണ്ഡീവം എന്നുള്ള വില്ല് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലല്ലോ, വഴുതി പോകുന്നു. കാരണം കയ്യും കാലും ഒക്കെ കോടിപ്പോവാണ്, ആകപ്പാടെ വിറയ്ക്കുകയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് വീണ് പോകുന്നു, എൻ്റെ ഗാണ്ഡീവം വില്ല് വീണ് പോകുന്നു. എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളുന്ന മാതിരിയുണ്ട്, മേല് മുഴുവനും എരിയാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് നിൽക്കാനേ കഴിയുന്നില്ല, തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നുന്നു. മനസ്സാണെങ്കിൽ ആകപ്പാടങ്ങനെ എന്തോ ഒരു നമ്മൾ പറയില്ലേ, ഭയങ്കര പരിഭ്രമം വന്നു കഴിഞ്ഞാൽ മനസ്സ് ഒരിക്കലും വളരെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുമല്ലേ എപ്പോഴും, എന്ത് ചെയ്യണം എന്നുള്ള പരിഭ്രമം കൊണ്ട് അങ്ങനെ മനസ്സാകെ ഭ്രമിച്ച് നിൽക്കുകയാണ് ഞാൻ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊട്ടും തന്നെ മനസ്സിലാവുന്നില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് അർജുനൻ പറഞ്ഞത്. അതേസമയത്ത് നേരത്തെ കൗരവസേന ഇതെല്ലാം നോക്കിക്കണ്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തായാലും എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. ആ ബന്ധുക്കളെ തന്നെയാണ് പാണ്ഡവന്മാരും ഇവിടെ കണ്ടത്, അല്ലെങ്കിൽ അർജുനനും ഇവിടെ കാണുന്നത്. അപ്പോൾ കൗരവസേനയിൽ ദുര്യോധനോ ധൃതരാഷ്ട്രം കാണുന്നില്ലെങ്കിലും സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നു, ദുര്യോധനൻ കണ്ടിട്ടുള്ള അതേ സേനകളെ തന്നെ അതേപോലെ തന്നെയാണ് കണ്ടത്. പക്ഷെ അർജുനൻ അപ്പോഴേക്കും വിഷമാണ് വന്നത്. എന്താണ്, ഒരു ബന്ധുവിനെ കൊന്നിട്ട് രാജ്യം നേടിയിട്ട് എനിക്കെന്താ കാര്യം? എനിക്ക് രാജ്യം കിട്ടി, എനിക്ക് നാളെ അമ്മയില്ല, അച്ഛനില്ല, മറ്റുള്ള ബന്ധുക്കൾ അമ്മമാരില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല, പിന്നെ എന്തിനാണ് എനിക്ക് രാജ്യം? അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, എനിക്ക് ബന്ധുക്കളെയൊന്നും കൊന്നിട്ട് രാജ്യം വേണ്ട എന്നാണ് അർജുനൻ്റെ കാഴ്ചപ്പാട്. അതേസമയത്ത് ദുര്യോധനാണോ എങ്കിലോ എന്താണ്, ഇതേ സംഭവം തന്നെ അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ കണ്ട ദുര്യോധനന് അങ്ങനെയൊന്നും വിഷമം വന്നില്ല. എല്ലാവരും ബന്ധുക്കളൊക്കെയാണ് ശരി, പക്ഷേ എനിക്ക് ജയിക്കണം, ഈ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, എനിക്കെന്തായാലും ജയിക്കാൻ പറ്റും, ഞാൻ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. അവിടെ ബന്ധുക്കളാണോ മരിക്കുന്നത്, അല്ലെങ്കിൽ നാളെ ഇതെല്ലാം നശിച്ചു പോവും, നമ്മുടെ കുലം മുഴുവൻ നശിച്ചു പോവും, അതൊന്നും പ്രശ്നമല്ല. അത് കാരണം ഞാൻ ജയിക്കും. ബന്ധുക്കളെയൊക്കെ കൊല്ലേണ്ടി വരും, പാണ്ഡവന്മാർ എന്തായാലും തകർക്കും. അപ്പോൾ യുദ്ധം ചെയ്ത് നമ്മളുടെ സേനയിലെ ഇഷ്ടംപോലെ ആൾക്കാർ നാളെ മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം ഫൈനലി എനിക്ക് ജയം വേണം. അതാണ് ആ ദുഷ്ടമനസ്സ് അല്ലെങ്കിൽ അസുരചിന്ത എന്ന് പറയില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അസുരചിന്തയുടെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുകയാണ്, തോൽക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക. അർജുനന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെങ്കിലും ദുര്യോധനന് ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഭീഷ്മരോ ദ്രോണരോ അവരാരും ആണെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ രാജ്യം
അതാണ് സ്വാർത്ഥത. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥത കൈവെടിഞ്ഞിട്ട്, സ്വാർത്ഥത എന്താണെന്ന് മനസ്സിലാക്കണം, സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞല്ലോ, പ്രിയമായതും ഉപദേശിക്കാം, അല്ലെങ്കിൽ ഹിതമായതും ഉപദേശിക്കാം. അതേപോലെ തന്നെ സ്വാർത്ഥത കളഞ്ഞിട്ട് സ്നേഹം മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുതൽക്കൂട്ടാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ് എന്നുള്ള ഒരു തത്വം കൂടെയാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ 30 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി ബാക്കി അടുത്ത ദിവസം പറയാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.